ബിഗ് ബോസ് മലയാളം സീസൺ 7മായി ബന്ധപ്പെട്ട് നെവിൻ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. താൻ ഷാനവാസിനെ ഉപദ്രവിച്ചിട്ടില്ല, താൻ ഷാനവാസിനെ അങ്ങനെ മോശമായ രീതിയിലൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശോഭയുടെയും ഷിയാസിൻ്റെയും മുന്നിൽ നെവിൻ പൊട്ടി കരയുകയാണ്. കൂടെ സാക്ഷിയായിട്ട് ഹോട്ടൽ ടാസ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ അക്ബറും ഉണ്ട്. നെവിൻ പറയുന്നത്, ഞാൻ അല്പം സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയാണ്. അതിന് ഞാനിങ്ങനെ ഗേ ആണ്, അല്ലെങ്കിൽ ഞാൻ ഷാനവാസിനെ ട്യൂൺ ചെയ്യാൻ നോക്കി, ഷാനവാസിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് അയാൾ മനഃപൂർവ്വം എന്നോടുള്ള ദേഷ്യം തീർത്തതാണ്. ഇന്നലെ ആ മല്ലിയിലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾ എന്നോടുള്ള ചുരുക്ക് വെച്ചിട്ട് എന്നെ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ശോഭയുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് നമ്മുടെ നെവിൻ. എന്തായാലും താൻ ഒരിക്കലും അങ്ങനെ ഒരാളെ അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരാളല്ല എന്നൊക്കെയാണ് നെവിൻ തമാശയ്ക്കാണെങ്കിൽ പോലും അവിടെ പറയുന്നത്. ഷാനവാസ് ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിന് ചുരുക്ക് തീർക്കാൻ വേണ്ടി വെറുതെ ഒന്ന് പറഞ്ഞെങ്കിൽ പോലും പുറത്ത് അതെങ്ങനെയാണ് പോയിരിക്കുന്നതെന്ന് നെവിൻ അറിയാം. കാര്യം നെവിന് പുറത്തൊരു ജീവിതമുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നെവിൻ എന്തോ ഒരു വൃത്തികെട്ട ആളാണ് എന്ന രീതിയിൽ പുറത്തേക്ക് ഔട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് താൻ കൈയെടുത്ത് ഷാനവാസിൻ്റെ എവിടെയോ പിടിക്കാൻ ചെന്നപ്പോൾ ഷാനവാസ് അടിച്ചു എന്നൊക്കെയാണ് ഷാനവാസ് ഇന്നലെ പറയുന്നത്. അപ്പോൾ അങ്ങനെ താൻ ഇതൊന്നും ചെയ്തിട്ടില്ല, താൻ തെറ്റ് ചെയ്യാത്ത ഒരാളാണ്, തെറ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നെവിൻ കരയുന്നത്. എന്തായാലും ശോഭയും ഷിയാസ് കരീമും അക്ബറോട് ചേർന്ന് ആശ്വസിപ്പിച്ച് നെവിനെ വീണ്ടും പഴയ ട്രാക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം